സംസ്ഥാന സർക്കാരിന്റെ ജൂലൈ 1 ആരംഭിച്ച 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ചുരുങ്ങിയത് 25,000 പേരുടെയെങ്കിലും ഭൂമി തരംമാറ്റി നൽകാൻ സാധിക്കണമെന്ന് സംസ്ഥാന റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കണ്ണൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കവേ മന്ത്രി ഉദ്യോഗസ്ഥരോടാണ് ഇക്കാര്യം പറഞ്ഞത്. ഏത് കാര്യങ്ങളും ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൻ്റെ വഴിയിലൂടെ നമുക്ക് പോകാൻ കഴിയും. അതല്ലാത്ത രീതിയിൽ നമുക്ക് പോകുന്നത് ഉചിതമല്ല. പക്ഷെ നിയമത്തിൻ്റെ വഴിയിലൂടെ പോയി പരമാവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് സുതാര്യമായ വേഗത്തിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിർവഹിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രശ്നങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് പരിഹരിക്കാൻ കഴിയില്ല, എങ്കിലും ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അതിനകത്ത് നിങ്ങളുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുള്ള ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച 100 ദിന കർമ്മ പരിപാടികൾ, ആ കർമ്മ പരിപാടികൾ പുതിയതല്ല. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്നും കൂടി ഊർജിതപ്പെടുത്തി കൂടുതൽ ഒരു ടൈം ബൗണ്ടായി നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നമുക്ക് ഗവൺമെൻറ് 540ഓളം പുതിയ കർമ്മ പരിപാടികളാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൽ റവന്യൂ വകുപ്പിൻ്റെ ഏതാണ്ട് നമ്മൾ 7 പദ്ധതികൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിരന്തരമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഈ 100 ദിവസത്തെ ഒരു പ്രോഗ്രാമിനിടയിൽ കൂടുതൽ അത്തരം കാര്യങ്ങളൊക്കെ വഴിയിൽ വെച്ച് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ചെയ്യേണ്ടതായ കലക്ടറും തഹസിൽദാരും വില്ലേജ് ഓഫീസേഴ്സും തുടങ്ങിയവരാണ്. ക്യാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയാതെ വരുന്ന ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നതിനിടയിൽ അവിചാരിതമായി കടന്നു വരുന്ന ഇത്തരം കാര്യങ്ങളിൽ പോലും നേതൃത്വം കൊടുക്കേണ്ടത് റവന്യൂ വകുപ്പ്. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കുറച്ച് പദ്ധതികളെ നമ്മൾ ഈ 100 ഡേയ്സ് പ്രോഗ്രാമിൽ വെച്ചിട്ടുള്ളൂ. അതും നമുക്ക് റുട്ടീനായി നടന്നു വരുന്ന കാര്യമാണ്. അതിലൊന്ന് നമ്മുടെ ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതെനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ നമ്പർ അതിനകത്ത് അപേക്ഷകർ, ഏതാണ്ട് 2.5 ലക്ഷത്തോളം ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ഉണ്ട്. എല്ലാ അപേക്ഷകൾക്കും കൊടുക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ കൊടുക്കാൻ കഴിയുന്നത് കൊടുക്കണം, അല്ലാതെ തീർപ്പാക്കി നമുക്കത് മാറ്റി നിർത്തണം. അല്ലാതെ പട്ടയ വിതരണത്തിൽ പട്ടികജാതി പട്ടികവർഗ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ളവർക്ക് മുൻഗണന നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. വരൾച്ച നേരിടാൻ കണ്ണൂർ ജില്ലയ്ക്കായി പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. യോഗത്തിൽ റവന്യൂ സ്പെഷ്യൽ സെക്രട്ടറി K ജീവൻ ബാബു, ലാൻഡ് റവന്യൂ കമ്മീഷണർ H ദിനേശൻ, ജില്ലാ കളക്ടർ P വിഷ്ണുരാജ്, അസിസ്റ്റന്റ് കളക്ടർ S സ്വാതി, PK ജയശ്രീ എന്നിവർ സംസാരിച്ചു. ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും മന്ത്രി കേട്ടു. ADM PN പുരുഷോത്തമൻ, ഡെപ്യൂട്ടി കളക്ടർമാർ, ജില്ലയിലെ റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച ചോയ്സ് ഇനി കണ്ണൂർ തന്നെ. അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ്, ന്യൂറോളജി, സ്പോർട്സ് മെഡിസിൻ, പീഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും. പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ, സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം. ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക്, മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 761 303.